അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ സഫീറും ചില മാനദണ്ഡങ്ങൾ അവിടെ അവതരിപ്പിച്ചു. കാര്യം മറ്റൊന്നുമല്ല, അതെ, എനിക്കെൻ്റെ ഉമ്മമ്മയെ കിട്ടണം. അതെ, എൻ്റെ നിക്കാഹ് നടക്കണമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മയെ കിട്ടിയേ തീരൂ. അതെ, എൻ്റെ ഉപ്പയുടെ ഉമ്മയെ എനിക്ക് വേണം. എനിക്കവരെ കാണണം. അവരെ നിങ്ങൾ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ നിക്കാഹിന് ഞാൻ സമ്മതിക്കണമെങ്കിൽ എനിക്ക് അവരെ എൻ്റെ വീട്ടിലെത്തിക്കണം. എന്നാൽ മനമില്ല മനസ്സോടുകൂടെ സഫീറിൻ്റെ ഉമ്മ അതിനുവേണ്ടി സമ്മതിക്കുകയായിരുന്നു. ലക്ഷണം കെട്ടവൻ്റെ ആഗ്രഹം കണ്ടില്ലേ? ആ തള്ള ഇവിടെ ആകെ നശിപ്പിക്കും. എത്രയോ ഗസ്റ്റുകൾ വരേണ്ട കല്യാണമാണ്. ആ വയസ്സായ തള്ള ഇവിടെയാകെ തുപ്പി നിറച്ച് ആകെ തൂഫാനാക്കി കളയും. എന്തിനു വേണ്ടിയിട്ടാണ് ജസീർ? ഒന്ന് അറിയണ്ട ഇത്. ജസീർ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട. എന്നാൽ സഫീർ പറഞ്ഞു, ഉമ്മ, ഇതെൻ്റെ വിവാഹമാണ്, ആരൊന്നും പറയണ്ട. ഇതെൻ്റെ മാത്രം വിവാഹമാണ്. അതിൽ ഒരു കുട്ടിയും അതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ നിക്കാഹാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിക്കാഹ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ മനസ്സിനുള്ളിലുള്ള ആഗ്രഹം നടക്കണം. അത് മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ ഉമ്മമ്മയെ, എൻ്റെ വല്യമ്മയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതെ, വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ആ മണവാട്ടിയെ കാണാൻ ആ ഉമ്മമ്മക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും. കാരണം എൻ്റെ ഉമ്മമ്മ എന്ന് വെച്ചാൽ എന്നെ ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ ഉമ്മമ്മയാണ്. പക്ഷേ നിങ്ങളെ ഞാൻ പോലും അറിയാതെ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. അത് സഫീറിന് സഹിക്കില്ല. എന്നാൽ ശരിക്കും അതെ, ആ ഉമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. എന്തോമ്മ, നടക്കുമോ? നടക്കില്ലെങ്കിൽ നിക്കാഹ് നടക്കില്ല കേട്ടോ, ആദ്യമേ പറഞ്ഞേക്കാം. മോനെ, ഈ എന്തൊക്കെയാണ് പറയണത്? വേറൊന്നും പറയാനില്ല നിനക്ക്. എത്ര VIP വരുന്നതാ? നിനക്ക് എന്തിൻ്റെ കേടാടാ? എത്രയോ VIP പങ്കെടുക്കുന്ന കല്യാണമാണ്. ആ ഒരു കല്യാണത്തിൽ ഒരു കിളവി വന്ന് അവിടെ മുക്കിലും മൂലയിലിരുന്ന് ചുമച്ച് തുപ്പി ഉണ്ടാക്കാൻ നാണമില്ല. എനിക്ക് കഴിയൂല. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങൾ, ബിസിനസ്സിലെ ആളുകൾ ഒക്കെ പങ്കെടുക്കുന്ന ഒരു കല്യാണമായിരിക്കും. അതിൽ നീ ആ പ്രായമായ തള്ളയെ എന്തിനാ കൊണ്ടുവരുന്നത്? ഉമ്മ, പ്രായമായ തള്ള ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മകനെ ലഭിച്ചത്. ആ മകൻ്റേതാണ് ഈ സ്വത്തൊക്കെ. പക്ഷേ എൻ്റെ ഉമ്മയുടെ പേരിലാക്കിയത് അത് ആർക്കും അറിയാവുന്ന സംഭവമൊന്നും അല്ലയെന്ന് വിചാരിച്ചോ? എല്ലാവർക്കും അതറിയാം. എല്ലാവർക്കും അറിയാം ഈ സ്വത്തും അതിലുള്ളത് മുഴുവനും എൻ്റെ ഉപ്പയുടേതായിരുന്നു. അതൊക്കെ ഉമ്മയുടെ പേരിലങ്ങ് ആക്കി അല്ലേ? അദ്ദേഹത്തെ ഒരു രോഗിയാക്കി പെട്ടെന്ന് മരണത്തിലേക്ക് തള്ളിവിടുകയും എന്തൊക്കെയാണ് സംഭവിച്ചത്? എടാ, നീ എന്നെ ചോദ്യം ചെയ്യുന്നോ? അതെ, എന്നെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ആരും ആയിട്ടില്ല, മനസ്സിലായല്ലോ? എൻ്റെ പൊന്നുമ്മ, നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുകയൊന്നുമല്ല. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം. അതൊക്കെ ഇവിടെ എത്തണം. അവർ എത്തേണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ വിവാഹത്തിന് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് എന്നത്. ആയിക്കോട്ടെ, ക്ഷണിക്കാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കണം. എല്ലാവരെയും ക്ഷണിച്ച് നല്ല അടിപൊളി വിവാഹമാക്കി മാറ്റണം. ഉമ്മ പറഞ്ഞല്ലോ, ഫാമിലീസ്, ഫ്രണ്ട്സുകൾ, ബിസിനസ് പാർട്ട്ണർ എല്ലാവരും ക്ഷണിക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ ഫാമിലി അല്ലേ ഉമ്മ? ഈ ഉമ്മ എന്ന് പറഞ്ഞത് ആരാണ്? വല്യമ്മ. അതെ, വല്യമ്മ ഉണ്ടായത് കൊണ്ടല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉമ്മക്ക് ഇത്ര സുഖിച്ച് ജീവിക്കാനേ കഴിയുന്നുണ്ട്. എടാ സഫീർ, നീ എന്നോട് കൂടുതലായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നു. മറ്റേത് നീ അങ്ങനെയല്ലായിരുന്നു. പലപ്പോഴും നീ അതിനെക്കുറിച്ച് ഒന്നും പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിൻ്റെ നാവിനല്പം, ഉമ്മ, നാവിന് നീളം കൂടിയിട്ടല്ല. ഒരിക്കലും നാവ് നീളം വെക്കാനോ അതൊന്നും ഞാൻ ആഗ്രഹിച്ചതുമല്ല. പക്ഷേ ഉമ്മ, ചില കാര്യങ്ങൾ എനിക്ക് ഗുരുത്തും പൊരുത്തും വേണ്ടേ? എനിക്കെൻ്റെ വല്യമ്മയുടെ ആ ഒരു അനുഗ്രഹം ഇല്ലാതെ പിന്നെ എന്താ ഞാൻ വിവാഹം കഴിച്ചിട്ട്? എടാ, നീ ചെറ്റത്തരം പറയണ്ട കാര്യങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവാടാ തള്ളയെ. പിന്നെ മൂലക്കലിരുത്തിക്കോണം, പുറത്തേക്ക് ഇറക്കരുത്, അവിടെ പൂട്ടിയിട്ടോണം. അതെ, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ആ കാർ ഷെഡിൻ്റെ അകത്തൊരു റൂമുണ്ടല്ലോ, അവിടെ ഇട്ടോ. അവിടെ ഒരു ഫാനും കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. ഉമ്മ, ആ ഷീറ്റിനുള്ളിലോ അതിനുള്ളിൽ കിടന്ന് വല്യമ്മ ആകെ ഉരുകി ഒലിക്കൂലേ? ശ്വാസം കിട്ടുമോ? എന്താ ഉമ്മാക്ക്? എടാ, നീ ഇങ്ങോട്ട് പറയണ്ട. എൻ്റെ വീടിനകത്തേക്ക് നീ അവരെ കയറ്റരുത്. ഉമ്മ, ഒരിക്കലും ഉമ്മയുടെ വീടല്ല. ആര് പറഞ്ഞു? ഇതെൻ്റെ പേരിലുള്ള വീടും സ്ഥലവും ഇതിലുള്ള സ്വത്ത് മുഴുവൻ അതാണ്. അല്ലാതെ ഒരിക്കൽ പോലും അത് നിൻ്റേതോ നിൻ്റെ ബാപ്പയുടേതോ അല്ല. മനസ്സിലാക്കിക്കോ. നിനക്ക് തരാനുള്ളതൊക്കെ അങ്ങ് തന്നു കഴിഞ്ഞു. ഇതൊക്കെ എനിക്കുള്ളത് തന്നെയാണ്.
എന്നാൽ ശരിക്കും സഫീറിന് സങ്കടമാണ് വന്നത്. അതെ, വല്യമ്മയെ കൊണ്ടുവരണം. എന്തൊക്കെ തന്നെയായാലും വല്യമ്മയെ കൊണ്ടുവന്നിട്ട് വല്യമ്മയെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കണം. എന്നാൽ മറ്റു ചിലതും കൂടെ ഉണ്ട് അവൻക്ക് പറയാൻ. അതിനു മുമ്പായിട്ട് അതാ അവൻ നേരെ പോകുന്നു മറ്റെങ്ങോട്ടുമല്ല, നമ്മുടെ ജസീറിൻ്റെ മകളുടെ അടുത്തേക്ക്. അങ്ങനെ അതാ അവൻ അന്ന് കണ്ട ആ സ്ഥലം ലക്ഷ്യമാക്കി സഫീർ നടന്നു. അത് ഉമ്മ പോലും അറിഞ്ഞിട്ടില്ല. ഉമ്മയോട് പറയണ്ട, ഉമ്മ സമ്മതിക്കില്ല എന്നറിയാം. അങ്ങനെ അതാ സഫീർ അവിടെ ലക്ഷ്യമാക്കി നടന്നപ്പോൾ അവിടെ ആ ഓലക്കീറും ഷീറ്റും ചാരി വെച്ച ആ ഒരു കൊച്ചു കുടിലിന് അരികിലെത്തി. എന്നാൽ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് ഇവിടെ ആയിഷ എന്ന് പേരുള്ള, ആമിന എന്ന് പേരുള്ള, ഓ ആയിഷ, അവള് ചെറിയൊരു ബിസിനസ്സുമായിട്ട് അങ്ങാടിയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടാൽ എന്താണ് അത്, ഉണ്ണിയപ്പം അല്പം ഇവിടെ നിന്ന് ചുട്ടുകൊണ്ടുപോകും. മോളും അവളും കൂടെ കച്ചവടം ചെയ്യും. അല്ല, ഇവിടുത്തെ ആയിഷ എന്ന സ്ത്രീ അവർ മരിച്ചു പോവേ. അവർ പുളിക്കൽ തറവാട്ടിൽ ജോലിക്ക് നിന്നിരുന്നായിരുന്നു ആയിഷ. അവരുടെ മകളാണ് ആയിഷ. ഓ, ശരിക്കും സഫീർ ആകപ്പാടെ ടെൻഷനായി. ഇവർ ഇങ്ങനെ മരണപ്പെട്ടതുപോലും അറിഞ്ഞില്ല. അതെ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വർഷക്കാലം എൻ്റെ ഉപ്പയുള്ള കാലത്ത് ജോലിക്ക് വന്നതായിരുന്നു. അതിപ്പോൾ എത്രയായി? 4 മാസം കഴിഞ്ഞു. അതിനു മുമ്പ് ഉമ്മയായിരുന്നു ഉണ്ണിയപ്പം അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത്. ഇപ്പോൾ പട്ടിണി മൂലം അവളാണ് വിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഒരു വകയിലൊരു അനിയത്തിയായിട്ട് വരും. ഞാൻ ഇവിടെ താൽക്കാലിക 2 ദിവസത്തിന് അവളുടെ അടുത്തേക്ക് ഒരു ആവശ്യത്തിന് വന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകും. ഓ, അങ്ങനെ. അവരെവിടെയാണെന്നറിയോ? അവര് അങ്ങാടിയിലാണ്, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കലാണ് പതിവ്. ഇതാ ഈ വലിയ ചട്ടിയില് അവര് ഉണ്ണിയപ്പമെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. ഓ, അങ്ങനെ. ഏത് അങ്ങാടിയുടെ ആ മാർക്കറ്റിന്റെ ആ ഭാഗത്തായിട്ടാണ്, അവിടെ റോഡ് സൈഡില്. അങ്ങനെ അതാ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. ഒരിക്കൽ പോലും സഫീർ പറഞ്ഞില്ല, അതെ ആ കുട്ടിയുടെ എളാപ്പയാണ് ഞാനെന്നുള്ളത്. എന്നാൽ സഫീർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതെ അതിമാക്കിയായിരുന്നു. അങ്ങനെയതാ അങ്ങാടിയുടെ ആ തിരക്കുള്ള ഭാഗത്ത് എല്ലാവരും പല കച്ചവടങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നു. പച്ചക്കറികളും പഴങ്ങളുമായിട്ട് അങ്ങനെ കൈനോട്ടക്കാര് അത് അങ്ങനെ വേറെ, അങ്ങനെ പല രീതിയിലുള്ള ബിസിനസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതാ പൊരിവെയിലത്ത് ഒരു കുടയുടെ ചോട്ടിലായിട്ട് അവൻ്റെ മനസ്സിലുള്ള രൂപം ഒരു സ്ത്രീയും ഒരു കുട്ടിയുമാണ്. എന്നാൽ ഒരു സ്ത്രീ അതാ അവിടെ എന്തോ വിൽക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും മുഖത്തേക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. അടുത്തെത്തി അവൻ ഏറെക്കുറെ മനസ്സിലായി, ഇതായിരിക്കും ഒരു പക്ഷേ. എനിക്ക് ശരിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഉണ്ണിയപ്പം എന്താ വില? ഉണ്ണിയപ്പം 10 50 രൂപ. ഓ, എന്നാൽ കുറച്ച് ഉണ്ണിയപ്പം എടുക്കോ. അങ്ങനെ ഏതാ അവർ ഉണ്ണിയപ്പം നൽകുന്നു. ശരിക്കും ഒരു ഷാള് കൊണ്ട് അവർ മുഖം മറച്ചിരുന്നു ആ പെണ്ണ്. എന്നാൽ തൊട്ടടുത്തായിട്ട് ആ കൊടക്കരികിൽ അതാ ഒരു കുട്ടിയും ഇരിക്കുന്നു. ശരിക്കും അവൻ അത് കണ്ട് ഞെട്ടി. മാഷാ അല്ലാ, എന്തൊരു സുന്ദരിയായൊരു കുട്ടി! ഇത് പുളിക്കൽ തറവാട്ടിലെ പേരക്കുട്ടി തന്നെയല്ലേ? വല്ലാത്തൊരു സൗന്ദര്യം, എന്തൊരു ശരിക്കൊരു ഇംഗ്ലീഷുകാരി കുട്ടിയെപ്പോലെ വെള്ളാരം കണ്ണുള്ള ഒരു കുട്ടി. അതെ, എൻ്റെയും ജസീറിൻ്റെയൊക്കെ ആ കണ്ണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നു. ശരിക്കും ആ വെള്ളാരം കണ്ണ്. ശരിക്കും അവൻ ഒരു നിമിഷം, കുട്ടിയുടെ പേരെന്താ? എൻ്റെ പേര് ആമി. ഓ, ആമി. ഇതാ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ആ സ്ത്രീ ഉണ്ണിയപ്പം നീട്ടി. അവൻ 50 രൂപക്ക് ഉണ്ണിയപ്പം വാങ്ങി. അതിൽ നിന്ന് അവിടെ വെച്ച് തന്നെ ഒന്ന് കഴിച്ചു.
എടുത്തു കഴിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, മാഷാ അല്ലാ, ബാര ടേസ്റ്റ്. എന്നാൽ ആ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, പൈസയുടെ കൂടെ കുറച്ചുകൂടെ ക്യാഷ് ഏറെ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഈ ഉണ്ണിയപ്പം മോള് തന്നെ കഴിട്ടോ, മാമന് കഴിച്ചിട്ടുണ്ട്, ഇനി മതി എനിക്ക്, ഇതാ ഈ ക്യാഷ് വെച്ചോളൂ. ശരിക്കും ഞങ്ങളെ സഹായിക്കുവാൻ വന്ന ആ ഒരു മനുഷ്യനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞ ക്യാഷ് വാങ്ങുമ്പോൾ അതാ ആ ഉമ്മ അത് മോളെ വേണ്ടെന്ന് പറയുന്നു. വേണ്ട, നിങ്ങൾ പലഹാരം കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ അതിൻ്റെ പ്രതിഫലം തന്നല്ലോ. അല്ല, ഇതെടുത്തോളൂ എൻ്റെ വകയായിട്ട്. അല്ല, അത് വേണ്ട, നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഞാൻ ബിസിനസ് ചെയ്ത് വിറ്റിട്ട് ഇത്, എന്നാലും ക്യാഷ് ഉണ്ടാവും, ഞങ്ങൾ അത്യാവശ്യത്തിന് ക്യാഷ് കിട്ടും, ഞങ്ങൾക്ക് കയറി വന്നാൽ ഒരു 250 രൂപ ദിവസം കിട്ടിയാലും ഞങ്ങളുടെ വയറിനുള്ളതാവും. ശരി. അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ അവൻക്ക് വല്ലാതെ വിഷമം തോന്നി. റബ്ബേ. എന്നാൽ അവൻ പറഞ്ഞു, അതെ, ഈ ഉണ്ണിയപ്പം മൊത്തം തന്നാൽ എത്ര രൂപ വേണ്ടിവരും? ഒരു നിമിഷം അവൻ അത്ഭുതപ്പെട്ടു. ആ കുട്ടിയുടെ മനോഹരമായ കണ്ണുകൾ വീണ്ടും അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. റബ്ബേ, മാഷാ അല്ലാ, എന്തൊരു സുന്ദരമായൊരു പൊന്നു മോള്. ഈ ഉണ്ണിയപ്പം മുഴുവൻ എനിക്ക് തരാവോ? ഞാൻ എത്ര ക്യാഷ് തരണം? എന്നാൽ അത് കേട്ട ആ സ്ത്രീ ഒരു 200 രൂപ. ഓ, 200 രൂപ അല്ലേ? എന്നാൽ ഇതാ ഈ ഉണ്ണിയപ്പം ഞാനങ്ങ് എടുത്തോളാം. അങ്ങനെ ഇതാ സഫീർ 500ൻ്റെ 2 നോട്ടുകൾ അവർക്ക് നേരെ നീട്ടിയിട്ട് ആ ഉണ്ണിയപ്പം മുഴുവൻ വാങ്ങി. എന്നാൽ ആ സ്ത്രീ പറഞ്ഞു, ഇതിപ്പോൾ 200 രൂപയ്ക്കുള്ളതല്ലേ ഉള്ളൂ, നിങ്ങൾ ഇത്രയധികം. അല്ല, അത് കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നാളെ കുറച്ചുകൂടി ഉണ്ണിയപ്പം കൊണ്ടുവരൂ കേട്ടോ. ശരിക്കും അവർ പെട്ടെന്ന് അവരുടെ കച്ചവടം അവസാനിപ്പിച്ച സന്തോഷത്തിൽ, അതെ, ആ പൊന്നുമോൾ, വെള്ളാരം കണ്ണുള്ള പൊന്നുമോള് അതാ ആ ഉമ്മയെ നോക്കി ചിരിച്ചെന്തോ പറയുന്നു. ആ ഉമ്മ കണ്ണുകൾ തുടക്കുന്നു. അതെ, ആയിഷ, അതാണ് അവളുടെ പേര്. സുന്ദരി പെണ്ണായിരുന്നു, പക്ഷെ ഇപ്പോൾ മുഖമൊന്നും കാണിക്കുന്നില്ല. ആകപ്പാടെ മുഖത്ത് ശീല കൊണ്ട് ചുറ്റിയിട്ട് ആകപ്പാടെ കാണുന്നില്ല, ആ കണ്ണുകൾ മാത്രം കാണുന്നുണ്ട്. അതും ശരിക്കും മുഖത്തേക്ക് നോക്കുന്നുമില്ല. ഒരു നിമിഷം സഫീർ ആലോചിച്ചു, ഇത്ര സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു ജസീർ നശിപ്പിച്ചത്. ജസീർ നശിപ്പിച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് കെട്ടി കൂടായിരുന്നോ? അതിന് ഉമ്മ സമ്മതിച്ചതുമില്ല, ജസീർ നശിപ്പിച്ചും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അവളോട് സമ്മതം ചോദിച്ചിട്ട്, അങ്ങനെയല്ലേ വേണ്ടത്? ഇത് അവൻ പിന്നാലെ അങ്ങ് പ്രേമിച്ച് നടന്നു. പ്രേമിച്ച് അവൻക്ക് ആഗ്രഹമുള്ളതെല്ലാം നേടിയെടുത്തു. പാവം ആ പെൺകുട്ടി അവൻ്റെ ആഗ്രഹങ്ങൾക്കിടയിൽ അങ്ങ് എന്താ പറയുക, അങ്ങനെ അങ്ങ് തെറ്റിൽ ആയിപ്പോയി, തെറ്റുപറ്റിപ്പോയി, പിഴച്ചുപോയി എന്ന് തന്നെ പറയാം. ഒരിക്കൽ പോലും അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു ആ പെൺകുട്ടി തൻ്റെ അടുത്തോടു കൂടെ. പക്ഷേ ജസീർ പലതും പറഞ്ഞിട്ടുണ്ടാവും, ക്യാഷ് തരാം, അത് തരാം, ഇത് തരാം, നിങ്ങൾക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നീ കീഴ്പ്പെടണം, അല്ല എന്നുണ്ടെങ്കിൽ നിന്നെയും നിൻ്റെ ഉമ്മയെയും ഇവിടെ നിന്ന് പുറത്താക്കും, നിങ്ങൾ പട്ടിണി കിടക്കും, അങ്ങനൊക്കെ ഒരു പക്ഷേ പറഞ്ഞതുകൊണ്ടായിരിക്കും. എന്തായാലും പഠിച്ചോനെ, വല്ലാത്തൊരവസ്ഥ. ആ പെണ്ണിനെ ശരിക്കങ്ങ് ഏറ്റെടുത്തിരുന്നോ, പക്ഷെ ഉമ്മയും സമ്മതിക്കില്ല, ഉമ്മയ്ക്കും അഹങ്കാരമാണ്. ആ ഒരു വേലക്കാരി പെണ്ണിൻ്റെ മോളെ ഇവിടേക്ക് മരുമകളായി കയറ്റിയിട്ട് എന്നെ മാനം കെടുത്താനാടോ നിൻ്റെ ഉദ്ദേശം? അന്ന് ജസീർ കുറച്ചൊരു പാവമായിരുന്നു, അന്ന് എനിക്കറിയാം. ഉമ്മാൻ്റെ പണിയാണതൊക്കെ, ഉമ്മയാണ് പിന്നെ അവനെ കേടെടുത്തിയത്, എനിക്ക് നന്നായിട്ടറിയാം. അന്ന് കുറേ പറഞ്ഞതാണ് ജസീർ അത്രേ ഞാൻ അവളെ വിവാഹം കഴിക്കാന്നുള്ളത്, പക്ഷെ സമ്മതിച്ചില്ല. ആ രാത്രിയിൽ അവർ 2 പേരെയും ഇറക്കി വിടുമായിരുന്നത്രേ ഉമ്മ. ഇത്രയ്ക്കും ക്രൂരയായിരുന്നു അവർ, അറിഞ്ഞില്ല. ഇപ്പോൾ കണ്ടില്ലേ എന്തൊരു സുന്ദരിയായ മോള്. എന്നാൽ ആ കുട്ടി അതാ സഫീറിനെ തന്നെ നോക്കുന്നു. മോളെ പോട്ടെ, മോളെ. ആ കുട്ടിയുടെ ആ ഒരു നോട്ടം സഫീറിൻ്റെ മനസ്സിന് വല്ലാതെ അങ്ങ് ഇഷ്ടമായി തുടങ്ങി. ഇക്ക പോവാണോ? അതെ, ആ പൊന്നുമോളുടെ ആ ഒരു ശബ്ദം, അതെ, ഇവള് പുളിക്കൽ തറവാട്ടിലെ കുട്ടിയാണ്, പുളിക്കൽ തറവാട്ടിലേക്ക് ഇവളെ കൊണ്ടുപോകണം, അതെനിക്ക് വാശിയാണ്.
എന്തായാലും വേണ്ടില്ല, നാളെ കൂടി വരാം. അങ്ങനെയതാ അവൻ ബാക്കി ഉണ്ണിയപ്പമെല്ലാം വാങ്ങി അവിടെയുള്ള പാവങ്ങൾക്കെല്ലാം വിതരണം ചെയ്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി അത് വാങ്ങി. നല്ല ടേസ്റ്റ്. എന്നാൽ അല്പം കയ്യിൽ കരുതിയത് നേരെ ആഷി ഉസ്താദിൻ്റെയും തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെയും അടുത്തേക്ക് റിസ്വാന വക്കീലിന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തു. ഇതാ നിനക്കൊരു നാടൻ പലഹാരം. മാഷാ അല്ലാ, എന്ത് രസമാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവൾ കഴിച്ചു. കുറച്ച് ആഷി ഉസ്താദിനും അവർക്കും കൊടുത്തു. സന്തോഷത്തോടു കൂടെ അവരെല്ലാം അത് കഴിച്ചു. ഇത്രയധികം ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം എവിടെ നിന്ന് കിട്ടിയത്? അതൊക്കെയുണ്ട്, നിങ്ങൾക്ക് വേണോ? എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഹാദിയുടെ പിതാവും കഴിച്ചു. പറഞ്ഞു, മോനെ, എവിടുന്ന ഇത്രയധികം ടേസ്റ്റുള്ള പലഹാരം? ഇത് കുറച്ചധികം കിട്ടുമോ നമുക്ക്? ഉപ്പ എത്രണ്ണം വേണ്ടി വരും? ഒരു 10-300 കിട്ടിയാൽ നമുക്ക് കഴിക്കാമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യായിരുന്നു. ഇത് എവിടുന്നാ മോനെ വാങ്ങിച്ചത്? ഉപ്പ അതൊക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പറയ്. അങ്ങനെ അതാ അവരെല്ലാവരും ആ ഒരു ഉണ്ണിയപ്പത്തിന് വേണ്ടി ഓർഡർ എടുത്തു. എന്നാൽ പിറ്റേ ദിവസവും പതിവ് പോലെ നമ്മുടെ ആയിഷയുടെ അടുത്തേക്ക് സഫീർ പോയി. രാവിലെ തന്നെ പോയി കാര്യങ്ങൾ പറഞ്ഞു. അവർ വീട്ടിൽ ഉണ്ടാക്കിയായിരുന്നു ഉണ്ണിയപ്പം. അതെ, ഒരു കുറച്ചുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് വേണമായിരുന്നു. നിങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കണമെന്നില്ല, ഞാൻ നേരിട്ട് സ്വീകരിക്കാൻ വന്നതാണ്. അങ്ങനെ അതാ അവർ അത് സ്വീകരിക്കുന്നു. അവൾ കൂടെയുള്ള ഇത്താത്തയും കൂടെ രണ്ടുപേരും ഒരുപാട് ചുട്ടെടുക്കുന്നു. എന്നാൽ ആ മോള് ആമി പറഞ്ഞു, ഉമ്മച്ചിക്ക് നല്ല പൈസ കിട്ടില്ലേ? നമ്മളെ പട്ടിണിയൊക്കെ മാറില്ലേ? കുറേ ഇക്കാക്ക വാങ്ങാൻ വന്നിട്ടുണ്ടല്ലോ. എന്നാൽ ആ കുഞ്ഞുമോളുടെ ആ ഒരു ശബ്ദം, ആ ഒരു സുന്ദരമായ ആ ഒരു മുഖം, ചുണ്ട്, കണ്ണ് എല്ലാം കൂടി കണ്ടപ്പോഴേ ശരിക്കും സഫീറിന് അവളെ വാരിയെടുത്ത് ചുംബിക്കണമെന്ന് തോന്നി. മാഷാ അല്ലാ, എന്തൊരു പൊന്നും മോളാണ്. എന്നാൽ സഫീർ പറഞ്ഞു, ഇക്കാക്കിയുടെ കൂടെ പോരണോ? എന്നാൽ അത് കേട്ട ആയിഷ, ആമി ഇങ്ങകത്ത് വാ. എന്താ? അത് ഇക്കാക്ക ചോദിച്ചു പോരണോന്ന്. എന്നാൽ ഈ സമയം സഫീറിൻ്റെ മുഖത്തേക്ക് പോലും അവൾ ശരിക്കും നോക്കിയിരുന്നില്ല. അത് ഞാൻ ഇക്കാക്കയുടെ കൂടെ പോട്ടെ? അല്ല മോളെ, നീ എന്തീ പറയുന്നത്? പഠിച്ചോനെ, ഉമ്മാൻ്റെ കുട്ടിയെ നഷ്ടപ്പെടൂലേ? ഉമ്മച്ചിക്ക് ആരും ഉണ്ടാവില്ല, പോല്ലേട്ടോ. അങ്ങനെയതാ ചുട്ടുണ്ടാക്കിയ ഉണ്ണിയപ്പമെല്ലാം നമ്മുടെ സഫീറിന് വേണ്ടി അവർ കൊടുക്കുന്നു. നല്ലൊരു ക്യാഷ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ഉണ്ണിയപ്പം എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. എൻ്റെ വിവാഹത്തിന് നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കി തരുമോ? പിന്നെ ജോലിക്കാരെ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം ഹെൽപ്പിന്. അത് ഞങ്ങൾ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയാലും മതി. പറ്റുമോ? നിങ്ങളെ വീട്? അതെ, പറഞ്ഞാൽ അറിയും. പുളിക്കൽ തറവാട് എന്നറിഞ്ഞാൽ തീർച്ചയായും അറിയും. എന്നാ വേണ്ട, നമുക്ക് പിന്നീട് ഒരിക്കലാക്കാം. എൻ്റെ വിവാഹമാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ക്ഷണിച്ചാൽ നിങ്ങൾ വരുമോ മോളെയും കൊണ്ട്? എന്നാൽ അത് കേട്ട് ആയിഷ ഞെട്ടി. ഞാനോ? എനിക്ക് പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ, എനിക്ക് ആരുമില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പിതാവ്? അറിയാത്ത രീതിയിൽ സഫീർ ചോദിച്ചു. എന്നാൽ അവർ വിതുമ്പിക്കരയുകയായിരുന്നു. സാരല്ല. എന്നാൽ അതാ ആ പൊന്നുമോൾ നേരെ സഫീറിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഇക്കാക്ക, എനിക്ക് ഉപ്പച്ചിയില്ല. ഉപ്പച്ചി ചെറുപ്പത്തിലെ എന്നെ ഉപേക്ഷിച്ചു, എന്നെയും ഉമ്മയും ഉപേക്ഷിച്ചു. ഞങ്ങൾ ഒറ്റക്കാ ജീവിക്കുന്നത്. ഞങ്ങൾ ഉമ്മമ്മ ഉണ്ടായിരുന്നു, അവർ മരിച്ചു പോയി. ആ പൊന്നുമോളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു സഫീറിനെ. എന്നാൽ ആ നിമിഷം അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. ആ പൊന്നുമോളെ വാരിയെടുത്ത് അവൻ ഒരുപാട് ചുംബിച്ചു. അതെ, ഞങ്ങളെ രക്തത്തിൽ പറന്നതാണത്, എൻ്റെ ജ്യേഷ്ഠൻ്റെതാണ്. പക്ഷേ ജ്യേഷ്ഠൻ അതിനിടക്ക് ഇതെല്ലാം കൂടി ആയപ്പോൾ അവനാകെ അങ്ങ് കേടുവന്നു പോയി. എല്ലാ നാശവും അവനായി, എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്തു തുടങ്ങി. ഒരു പക്ഷേ ഇതൊരു ഷോക്കായിരിക്കും. ഈ പൊന്നുമോൾ എന്തൊരു മോളാണ് റബ്ബേ. മോള് വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ അന്ന് വന്നപ്പോൾ കുറച്ചധികം പലഹാരങ്ങളും സഫീർ കൊണ്ടുവന്നിരുന്നു ആ കുട്ടിക്ക് വേണ്ടി. മോളെ, ഇക്കാക്ക് ഇനിയും വരാട്ടോ. ആയിക്കോട്ടെ. എന്നാൽ അതാ സഫീർ പോകുമ്പോൾ
ആയിഷയുടെ അടുത്ത് പോയി ആമി കരഞ്ഞു. ഉമ്മച്ചി, എനിക്കും പോകണം കാക്കയുടെ കൂടെ. ശരിക്കും ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആയിഷ അവളെ സമാധാനിപ്പിച്ചു. പൊന്നു മോളെ, അത് ഒരിക്കലും നമ്മളാരുമല്ല, ഏതോ അറിയാത്ത ആളാണ്. ഉമ്മച്ചി, എനിക്ക് ഇക്കാക്കയെ കാണണം. വല്ലാത്തൊരു കുട്ടിക്ക് മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഉപ്പയായാലും എളാപ്പയായാലും സ്വന്തം പിതാവിനെ പോലെയാണ് അവൾക്ക് തോന്നിയത് അത്. എന്നാൽ അവൾ സഫീർ പോകുന്നത് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ മോളെ നീ കരയുന്നത്? മോളിങ്ങോട്ട് വന്നേ, നമുക്ക് ആരുമില്ല എന്ന് പറഞ്ഞില്ലേ? ആയിഷ വീണ്ടും അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അന്ന് നേരെ സഫീർ പോയത് അതാ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ അടുത്തേക്കായിരുന്നു. എല്ലാവർക്കുമുള്ള ഉണ്ണിയപ്പമെല്ലാം കൊടുത്ത് നേരെ റിസ്വാന വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു നിമിഷം അവൻ്റെ മുഖം കണ്ടപ്പോൾ റിസ്വാന വക്കീൽ ചോദിച്ചു, എന്തു പറ്റി? ഇന്നാകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ. എന്നാൽ ഷമ്മാസ് ആ പൊന്നുമോളെ ആ ഒരു ഫോട്ടോ എടുത്തിരുന്നു. വെള്ളാരം കണ്ണുള്ള ആ ഒരു സുന്ദരി പെണ്ണിനെ, ഏകദേശം 2.5-3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ ഒരു പൊന്നുമോളെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. നോക്ക് പെണ്ണെ. ആ അല്ല, മാഷാ അല്ല, ഇത് അനഹ്തയെ പോലെ ഉണ്ടല്ലോ. അനഹ്തയോ? അതേരാ? അത് ഗിന്നസ് റെക്കോർഡിലൊക്കെ പേര് കേട്ട സുന്ദരി പെണ്ണ്, മനോഹരമായ പുഞ്ചിരിയുള്ള പെണ്ണ്. ഇത് അനഹ്തയല്ലേ? അനഹ്തയല്ല, ഇത് എൻ്റെയും നിൻ്റെയൊക്കെ മോളാണ്. മോളോ? എന്തീ പറയുന്നത്? എന്നാൽ ആ നിമിഷം അതാ റിസ്വാന വക്കീൽ പ്രതീക്ഷയോടെ അത് നോക്കി. സഫീർ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, ആയിഷയെയും ആമിയെയും സഫീർ രക്ഷിക്കുമോ? അവരെ വിവാഹത്തിന് വേണ്ടി കൂട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.